നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ഫിസിക്സിൻ്റെ പാർട്ട് 8 വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായി ഇരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിനായി ആദ്യം നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചറൈസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെല്ലാം തുല്യ അകലത്തിലുള്ള പാരലൽ ലൈൻസ് ഓഫ് ഫോഴ്സുകളായിരിക്കും. ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് സൈഡും ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് സൈഡും. ഇനി ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജും ഇലക്ട്രിക് ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ക്യൂ എന്നും നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ക്യൂ എന്നും എടുക്കാം. അപ്പോൾ ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന പോയിന്റ് എ എന്നും നെഗറ്റീവ് ചാർജ് വരുന്ന പോയിന്റ് ബി എന്നും എടുക്കാം. അതായത് എ ബി എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. ആ ഡൈപോളിൻ്റെ ലെങ്ത് നമുക്ക് 2a എന്ന് എടുക്കാം. പഠിച്ചാൽ ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായി ഇൻക്ലൈൻഡ് ആയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡൈപോളിൻ്റെ ലെങ്ത്തും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഏതൊരു ചാർജിലും ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഡൈപോളിലെ ഈ രണ്ട് ചാർജുകളിലേക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടാവും. നമുക്കാദ്യം പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായിരിക്കും എന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് Q due to an electric field intensity E is F is equal to നമ്മൾ പഠിച്ചതാണ് ഫോഴ്സ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ ചാർജ്. അപ്പോൾ നമുക്കതിനെ F is equal to E into Q എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ E vector is equal to F by Q എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നിന്നും F is equal to EQ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ ചാർജ്. ഇനി ഇതിന് ഡയറക്ഷനോടെ നോക്കാം. പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ നെഗറ്റീവ് സൈഡ് ഈ പോസിറ്റീവ് ചാർജിനെ പ്ലസ് ക്യൂ ചാർജിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നിന്നുള്ള റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടേക്കും നെഗറ്റീവ് ചാർജിന് അട്രാക്റ്റീവ് ഫോഴ്സ് ഇങ്ങോട്ടേക്കുമാണ്. അതായത് പ്ലസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് F is equal to EQ എന്ന ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നെഗറ്റീവ് ചാർജിലേക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ഓൺ മൈനസ് ക്യൂ. അതിന് നമുക്ക് F is equal to നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിയാലും ഇവിടെയും രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും തമ്മിലുള്ള പ്രോഡക്റ്റാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് F is equal to EQ. ഇനി ഈ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് സൈഡ് നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ രണ്ട് ചാർജുകളിലും ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻസ് രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ്. എന്നാൽ രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയാണ്. കാരണം ഡൈപോളിലെ രണ്ട് ചാർജും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതായത് രണ്ട് ചാർജുകളെയും മാഗ്നിറ്റ്യൂഡ്സ് രണ്ടും സെയിം ആണ്. അതുപോലെ ഈ രണ്ട് ചാർജുകളിലും ഇരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈയുടെ മാഗ്നിറ്റ്യൂഡ്
എല്ലായിടത്തും സെയിം ആണ്. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻസ് ഇ ക്യു ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. ഈ രണ്ട് ഈക്വൽ ഓപ്പോസിറ്റായ ഫോഴ്സുകൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സുകൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കപ്പിൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കപ്പിൾ ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ കപ്പിൾ ഫോഴ്സ് എന്ത് ചെയ്യും? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ടോർക്ക് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ടോർക്കിനുള്ള എക്സ്പ്രഷൻ ടോർക്ക് produced by a couple of force is tau is equal to magnitude of one of the force. കപ്പിൾ ഓഫ് ഫോഴ്സിലെ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ആ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്കിവിടെ ഫിഗറിൽ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡിന് പെർപെൻഡിക്കുലറായ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്താൽ ഈ പോയിന്റ്, ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് എൻ എന്ന് കൊടുക്കാം. അപ്പോൾ എ എൻ എന്നുള്ള ഈ ഡിസ്റ്റൻസ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും അതുപോലെ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. എ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കി, രണ്ട് ഫോഴ്സിൻ്റെയും ഡയറക്ഷന് പെർപെൻഡിക്കുലറായി വരുന്ന ഡിസ്റ്റൻസ് ആണ് എ. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്നുള്ളത് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ ദി ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ്. രണ്ട് ഫോഴ്സിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ക്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ എൻ. ഇനി എ എൻ എന്നുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ആംഗിൾ തീറ്റ എങ്കിൽ ഈ ആംഗിളും തീറ്റ എന്ന് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഫിഗറിലെ എ എൻ ബി എന്നുള്ള ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ എൻ ബി, ഫ്രം ട്രയാംഗിൾ എ എൻ ബി സൈൻ തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ആംഗിൾ ഇവിടെയാണ്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബി. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ എൻ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ എ ബി എന്നുള്ളത് ഡൈപോൾ ലെങ്ത് ആണ്. ഡൈപോൾ ലെങ്ത് 2a ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡൈപോൾ ലെങ്ത് 2a. ഇതിൽ നിന്നും എ എന്നിനെ therefore എ എൻ ഇസ് ഈക്വൽ ടു 2a ഇങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ 2a ഇൻറ്റു സൈൻ തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഇ ക്യു ഇൻറ്റു എ എന്നിന് പകരം 2a സൈൻ തീറ്റ. ഇതിൽ ക്യു ഇൻറ്റു 2a എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്തായിരുന്നു? ക്യു ഇൻറ്റു 2a മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. പിന്നെ നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കും. ഡൈപോൾ മൊമെൻ്റ് അതിവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ എക്സ്പ്രഷൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഇ ക്യു ഇൻറ്റു 2a പി സൈൻ തീറ്റ. ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനുള്ള ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് ടോ ഇസ് ഈക്വൽ ടു ഇ പി സൈൻ തീറ്റ എന്നിട്ട്. ഇ എന്നുള്ളത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, പി എന്നുള്ളത് ഡൈപോൾ മൊമെൻറ്റ്, സൈൻ തീറ്റ തീറ്റ എന്നുള്ളത് ഡൈപോൾ ലെങ്തും ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇനി ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ മാറ്റി എഴുതുകയാണെങ്കിൽ, അതായത് ടോ വെക്റ്റർ, ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ടോർക്കിൻ്റെ വെക്റ്റർ ഫോം എക്സ്പ്രഷൻ എഴുതാം ഇ പി സൈൻ തീറ്റ. ഇ പി സൈൻ തീറ്റ അങ്ങനെയെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു നമുക്ക് പി ക്രോസ് ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. അപ്പോൾ എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഇ പി സൈൻ തീറ്റ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡൈപോൾ മൊമെന്റ് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് റിസൾട്ടാണ് ഡൈപോൾ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു പി വെക്റ്റർ ക്രോസ് ഇ വെക്റ്റർ. ഇനി ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ വരുന്നത്
നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്രോസ് പ്രോഡക്റ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആ രണ്ട് വെക്ടറുകളുടെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വെക്ടറിനും പി വെക്ടറിനും പെർപെൻഡിക്കുലറായി വരുമ്പോൾ പി വെക്ടറിൻ്റെ ഡയറക്ഷൻ ദാ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിങ്ങോട്ടേക്ക്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഡയറക്ഷൻ ഇവിടെ നിങ്ങോട്ടേക്കും ഇവിടെ നിങ്ങോട്ടേക്കുള്ള രണ്ട് ഡയറക്ഷൻ പെർപെൻഡിക്കുലറായി ദാ ഇവിടെ നിങ്ങോട്ടേക്കായിരിക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുക. ഇതാണ് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡായി പ്ലേസ് ചെയ്യുമ്പോഴാണ് ഒരു ഡൈപോളിൽ ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു പക്ഷേ ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നുവെങ്കിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ചാർജുകളിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് രണ്ടും ഈക്വലും ഓപ്പോസിറ്റായി വന്നത്. നമ്മൾ കണ്ടതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയത് കാരണം പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 വരും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആകണമെന്നില്ല, അതിൻ്റെ ഡയറക്ഷൻസ് രണ്ടും ഓപ്പോസിറ്റ് ആകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റായി ഒരു നെറ്റ് ലീനിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷണൽ ഫോഴ്സ് കൂടി ഡൈപോളിൽ ആക്ട് ചെയ്യപ്പെടാം. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ടോർക്ക് കൂടാതെ ഡൈപോളിൽ ഒരു ട്രാൻസ്ലേഷണൽ ഫോഴ്സ് കൂടി ആക്ട് ചെയ്യപ്പെടും. ക്ലിയർ ആയല്ലോ? എന്നാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ രണ്ട് ചാർജുകളിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സിൻ്റെ കൂടെ റിസൾട്ടൻ്റ് ട്രാൻസ്ലേഷണൽ ഫോഴ്സ് 0 വരും. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല. എന്നാൽ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കപ്പിൾ ഫോഴ്സ് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം ഡൈപോളിന് റൊട്ടേഷണൽ എഫക്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഇലക്ട്രിക് ഡൈപോള് റൊട്ടേഷണൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. എന്നാൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഡൈപോൾ ആണെങ്കിൽ ടോർക്ക് കൂടാതെ ഒരു ട്രാൻസ്ലേഷണൽ ഫോഴ്സ് കൂടി അതിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ടാകും. അപ്പോൾ റൊട്ടേഷണൽ മോഷനോടൊപ്പം ഒരു ട്രാൻസ്ലേഷൻ മോഷനും കൂടി ഡൈപോളിന് നോൺ യൂണിഫോം ഫീൽഡിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.